ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അങ്ങനെ ബിഗ് ബോസ് അവസാന ആഴ്ച ആണ് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിനാലയിലോട്ട് ആരൊക്കെ കടക്കുന്നു, ആരൊക്കെ ടോപ്പ് 5 എത്തുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള പ്രേക്ഷകരുടെ ചർച്ചകൾ ഇതിനോടൊപ്പം തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ഹൗസിൽ കയറി കണ്ടസ്റ്റന്റ് തന്നെ ഇന്ന് പടിയിറങ്ങി തുടങ്ങും. എന്തൊക്കെയാണൊരു നിലവിൽ 7 പേരാണ് ഹൗസിൽ ബാക്കി നിൽക്കുന്നത്. 7 പേരിൽ 3 പേര് കപ്പ് ഉയർത്താൻ സാധ്യതയുള്ളപ്പോൾ 3 പേര് എവിക്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആരാണ് ഈ ഒരു സീസണിന്റെ വിന്നറെന്ന് ഉറപ്പിച്ച് പറയാൻ ഈ ഒരു മണിക്കൂറുകളിൽ ഒന്നും തന്നെ സാധിക്കാതെ വരുമ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ആർക്കായിരിക്കും കപ്പ് നമുക്ക് ഈ വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വോട്ടിംഗ് പ്രകാരം 1ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ അനീഷേട്ടൻ തുടരുകയാണ്. അനീഷേട്ടൻ്റെ വോട്ട് 1,71,608 എന്ന് പറയുന്ന നിലയിൽ അനീഷേട്ടനെ അട്ടിമറിക്കാൻ ആർക്കും സാധിക്കാതെ വരുന്ന ഒരു നിലയിലോട്ടാണ് അനീഷേട്ടൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഒരുപക്ഷെ അനുവന്ന് ആദ്യം പരിശ്രമിച്ച ഒരുപക്ഷെ അനീഷേട്ടന് തിരിച്ചടികൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ 1ാം സ്ഥാനത്ത് 1,71,608 വോട്ട് അനീഷേട്ടൻ നല്ലൊരു വോട്ടിംഗ് കുതിപ്പ് തന്നെ നടത്തുമ്പോൾ 2ാം സ്ഥാനത്ത് അനുമോളെയാണ് കാണാൻ സാധിക്കുന്നത്. 1,66,396 വോട്ട് അനുമോളും നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. ഒരുപക്ഷെ അനുമോളും കപ്പടിക്കാൻ സാധ്യത കാണുമ്പോൾ 3ാം സ്ഥാനത്ത് ഞെട്ടിക്കുന്നത് ഷാനവാസിക്ക് തന്നെയാണ്. ഷാനവാസിക്ക് കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് നേരിയ വോട്ടിംഗ് ഇടുക ഷാനവാസിക്ക് വൈകുന്നേരത്തോടുകൂടി സംഭവിച്ചിട്ടുണ്ട്. 1,14,481 വോട്ടുകൾ മാത്രം സ്വന്തമാക്കാനേ ഷാനവാസിക്ക് ഈ ഒരു മണിക്കൂറിൽ സാധിക്കുന്നുള്ളൂ. ഒരു സമയം വരെ ഷാനവാസിക്ക് സീസൺ 7 വിന്നറാകുന്ന നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ അനീഷ് അനുമോൾ യുദ്ധം തന്നെ കാണാൻ സാധിക്കുന്നുള്ളൂ. 4ാം സ്ഥാനത്ത് നെവിനാണ് നിൽക്കുന്നത്. നെവിൻ ഒരുപക്ഷെ ടോപ്പ് 3 പൊസിഷനിൽ എത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നെവിൻ നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് വോട്ടുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 1,13,764 വോട്ടുമായിട്ട് ഷാനവാസിക്കരെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നെവിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരുന്ന് തന്നെ കാണാം. 5ാം സ്ഥാനത്ത് നേരിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നത് നൂറയാണ്. അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ട് നൂറ ഇതാ ടോപ്പ് 5 എത്തുമെന്ന് പ്രതീക്ഷ വെക്കുന്ന രീതിയിലോട്ടാണ് വോട്ടിംഗ് മാറി മറിഞ്ഞിരിക്കുന്നത്. 92,859 വോട്ടുകളുമായിട്ട് നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ നൂറയ്ക്ക് സാധിച്ചപ്പോൾ നേരിയ ഡിഫറൻസിന് 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് വരികയാണ് അക്ബർ ടോപ്പ് 5 എത്തുമെന്ന് ഇനി ഇതാ പ്രഷർ ഉറ്റുനോക്കിയാണ്. ഇപ്പോൾ 90,437 വോട്ടുമായിട്ട് ഏറ്റവും ഡേഞ്ചർ സോണിലാണ് അക്ബറിനെ കാണാൻ സാധിക്കുമ്പോൾ 7ാം സ്ഥാനത്ത് നമുക്ക് ആതിരേനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആതിരയ്ക്കാണ് നിലവിൽ ഈ 7 പേര് ഏറ്റവും കുറവ് വോട്ട് 73,838 വോട്ടുമായിട്ട്. എങ്കിലും നല്ലൊരു പെർഫോമൻസ് അല്ലെങ്കിൽ നല്ലൊരു വോട്ടിംഗ് ഒക്കെ സ്വന്തമാക്കാൻ ആതിരയ്ക്ക് സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കത്തില്ലെങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലപ്പോൾ നേരിയ ഡിഫറൻസ് നിൽക്കുന്ന അനുമോൾ അനീഷിൻ്റെ കാര്യം, അതോടൊപ്പം ഷാനവാസ് അക്ബറിൻ്റെ കാര്യം, നൂറയുടെ ഒക്കെ കാര്യത്തിലൊക്കെ മാറ്റം വരാം. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളാണ്. അതിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കാണുമ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് ഈ ഇന്നത്തെ രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ പേ ആരോടും മികച്ച കണ്ടസ്റ്റന്റ് നോക്കി അവർക്ക് നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. 1 മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസൾട്ടുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കുകയാണെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.